ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭ ഭരണം പിടിച്ചെടുക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും. UDF സഖ്യത്തിനില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച ദയാവധത്തിന് ഇരയാക്കും. കയ്പമംഗലം ചളിങ്ങാട് പൊടിശല്യം മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത്. ചിറ്റാറ്റുകര കോഴിത്തോട്ടത്തോട്ടിൽ വീണ്ടും ശുചിമുറി മാലിന്യം തള്ളിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കുന്നംകുളത്ത് സ്വകാര്യ ബസിന്റെ അമിതവേഗത ചോദ്യം ചെയ്ത യാത്രക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ ഗോപിക്കാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. 39 അംഗ കൗൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ ലഭിക്കണം. എന്നാൽ ഒറ്റകക്ഷി എന്ന നിലയിൽ 18 അംഗങ്ങളുള്ള CPM-നാണ് ഭൂരിപക്ഷം. BJP 7-ഉം കോൺഗ്രസ് 9-ഉം RMP 4-ഉം വിമത കോൺഗ്രസ് അംഗം 1-ഉം എന്നതാണ് നിലവിലെ കക്ഷിനില. RMPയെ മുന്നിൽ നിർത്തി ഭരണം പിടിച്ചടക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനോട് കോൺഗ്രസിലെ മറ്റൊരു വിഭാഗത്തിന് താൽപര്യമില്ല. ഔദ്യോഗികമായി ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ലെന്നാണ് RMP നേതാക്കൾ വ്യക്തമാക്കിയത്. വിമതയായി ജയിച്ച കൗൺസിലറെ ഒപ്പം നിർത്തുവാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും വിമതിയും RMPയും ചേർന്നാൽ പോലും 14 സീറ്റുകളെ ലഭിക്കുകയുള്ളൂ. BJP സഹായിച്ചാൽ മാത്രമേ ഭരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂവെന്നാണ് യാഥാർത്ഥ്യം. ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ ട്രഷററുമായ PG ജയപ്രകാശനുമാണ് മത്സരരംഗത്തുണ്ടാവുക. 21-ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കും. TCV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളത്ത് UDF സഖ്യത്തിനില്ല. നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം UDF ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനം. കേരളത്തിന്റെ നേതാക്കൾ VD സതീശൻ ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ അവരുടേതായിട്ടുള്ള ആശയം എന്താണോ അതനുസരിച്ച് കൊണ്ടുള്ള UDF അലയടിയാണ് ഇവിടെ കണ്ടത്. നമുക്ക് ശബരിമലയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് കേൾക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് LDF-നെയും BJP-യെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ഇത്രയ്ക്കധികം UDF തരംഗമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരി. ഒരു BJP-യുമായും ഒരു LDF-ഉമായും യാതൊരു മറ്റു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരിക്കലും കുന്നംകുളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു നീക്കുപോക്കുകളും ഉണ്ടാവില്ല. ഞങ്ങൾ വോട്ടിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ LDF 18, UDF 9, BJP 7, RMP 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച മുതൽ ദയാവധത്തിന് ഇരയാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, സെക്രട്ടറി മായാദേവി, വെറ്ററിനറി ഉദ്യോഗസ്ഥർ, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു.
1500-ലധികം പന്നികളെയാണ് അന്ന് ദയാവധത്തിന് ഇരയാക്കിയത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ടംപറമ്പ് പ്രദേശങ്ങളിലുള്ള 3-4 ഫാമുകളിലായിട്ടാണ് പന്നിപ്പനി മനസ്സിലായിട്ടുള്ളത്. ഇന്ന് വെറ്ററിനറി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം പഞ്ചായത്തിൽ കൂടിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ പന്നിപ്പനിയുടെ ഭാഗമായിട്ടുള്ള ദയാവധം ആരംഭിക്കുന്നതാണ്. ഒരു ഭയാശങ്കകളുടെയും ആവശ്യമില്ല. ഇത് പന്നിയിൽ നിന്ന് പന്നിയിലേക്ക് മാത്രമേ പകരുകയുള്ളൂ, മനുഷ്യനിൽ പകരുന്ന അസുഖമല്ല. കയ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. പൈപ്പിടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് പൊടിശല്യത്തിന് കാരണമായത്. 2 മാസം മുമ്പാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത്. ചളിങ്ങാട് RC UP സ്കൂൾ മുതൽ കാക്കാതിരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിച്ചത്. പൈപ്പിട്ട കുഴി മൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇരുചക്ര യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട്. നാട്ടുകാർ 2 നേരം റോഡിൽ വെള്ളം തളിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത്. ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കയ്പമംഗലം. ചിറ്റാറ്റുകര റോഡിലെ കോഴിത്തോട്ടിൽ വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. പാവറട്ടി പഞ്ചായത്ത് 4-ാം വാർഡിൽ ഒരാഴ്ച മുൻപ് മാലിന്യം തള്ളിയ സ്ഥലത്താണ് വീണ്ടും മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പ്രദേശത്ത് നിരവധി വീടുകളും കിണറുകളും ഉണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ജിതിൻ അശോകൻ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിലും പോലീസിലും നാട്ടുകാർ പരാതി നൽകി. സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനെ തുടർന്ന് യാത്രക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ ഗോപിക്കാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സിലെ ഡ്രൈവറാണ് ആക്രമണം നടത്തിയതെന്ന് ഗോപി പറഞ്ഞു. അമിത വേഗത ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി സീറ്റിനടിയിൽ നിന്ന് ഇരുമ്പ് പതിപ്പിച്ച മരക്കഷ്ണം എടുത്ത് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. ഗോപി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ മഞ്ജുളാലിന് മുന്നിലെ കുചേല പ്രതിമ 10 മാസത്തിനു ശേഷം ബുധനാഴ്ച തിരിച്ചെത്തും. വെങ്കല ഗരുഡ പ്രതിമ സ്ഥാപിക്കുന്നതിനും മഞ്ജുലാൽ തറ നവീകരിക്കുന്നതിനുമായി കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെയുണ്ടായിരുന്ന പ്രതിമ മാറ്റിയത്. ഒരു ഭക്തന്റെ വഴിപാടായി കുടചൂടി നിൽക്കുന്ന കുചേലന്റെ കോൺക്രീറ്റിൽ തീർത്ത പ്രതിമയാണ് മഞ്ജുലാൽ തറയിൽ ഉണ്ടായിരുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടുത്തുമാറ്റിയ പ്രതിമ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയത് ഭക്തർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ച പുതിയ കുചേല പ്രതിമ ബുധനാഴ്ച രാവിലെ 9-ന് സമർപ്പിക്കും. വെങ്കല ഗരുഡ ശില്പം വഴിപാടായി സമർപ്പിച്ച ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയാണ് കുചേല ശില്പവും വഴിപാടായി നിർമ്മിച്ചു നൽകുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിൽ 2 മാസമെടുത്ത് കണ്ണൂരിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഫൈബർ മാറ്റും റെസിനും ഉപയോഗിച്ച് കരിങ്കൽ മാതൃകയിലാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിങ്ങാട് പുഴയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം വീണ്ടും തുടങ്ങി. KLDC കനാലിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ട് നിർമ്മാണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ബണ്ട് ബലപ്പെടുത്തുന്നതിനു വേണ്ടി തെങ്ങിൻ കുറ്റികൾ കനാലിൽ ഉറപ്പിക്കുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. ഇരുഭാഗത്തും താൽക്കാലിക ബണ്ട് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. കഴിഞ്ഞ വേനൽക്കാലത്ത് റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് എന്ന് കർഷകരും പരിസരവാസികളും പറയുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. വെങ്കിടങ്ങ് തൊയക്കാവ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തൊയക്കാവ് മഞ്ചറമ്പത്ത് സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസിയായ കൊങ്ങനാർ വീട്ടിൽ പ്രദീപ് കുമാറിന്റെ വീടിന് മുന്നിലാണ് രാത്രി ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷയുടെ മുകളിലെ ഷീറ്റ്, സീറ്റ്, കണ്ണാടി എന്നിവ നശിപ്പിക്കപ്പെട്ടു. ഉടമ സുജിത്ത് പാവറട്ടി പോലീസിൽ പരാതി നൽകി. SI അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിസര പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MDMA കടത്ത് കേസിൽ ബോംബെ തലയൻ ഷാജി എന്നറിയപ്പെടുന്ന ഷാജിയെയും പെരിങ്ങോട്ടുകര ലിഷിനെയും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. തൃശൂർ റൂറൽ പോലീസാണ് നടപടി സ്വീകരിച്ചത്. ഇരുവരും ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചായ്പൻകുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ പേരിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 25 ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. തിങ്കളാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയെന്ന് ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് നേതൃയോഗം ചേർന്നു. INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് D ഉണ്ണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CD വത്സ, K രോഹിണി, VC സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. നിക്ഷേപങ്ങൾ തിരികെ നൽകാത്തതിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ 8,96,000 രൂപയും പലിശയും നൽകാൻ വിധി. ഏങ്ങണ്ടിയൂർ സ്വദേശി കാതോട് വീട്ടിൽ ഉത്തമൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. ഏങ്ങണ്ടിയൂരുള്ള മലയാളി ക്ഷേമനിധി ലിമിറ്റഡിന്റെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് ഉത്തരവ്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് 12ാം വാർഡിലെ AH ഫൈസലിന്റെ വിജയത്തിന് തിളക്കം കൂടും. ഫൈസൽ പരാജയപ്പെടുത്തിയത് 3 മുൻ ജനപ്രതിനിധികളെയാണ്. മുന്നണി സ്ഥാനാർത്ഥികളെയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും കടന്ന് കന്നിയംഗത്തിൽ തന്നെ മിന്നും താരമായാണ് AH ഫൈസൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തുന്നത്. 12ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഫൈസൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 65 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ ഫൈസൽ വിജയം നേടിയത്. മുൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖായിരുന്നു LDF സ്ഥാനാർത്ഥി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഷാജു അമ്പലത്ത്, മുൻ വാർഡ് മെമ്പർ RV മൊയ്നുദ്ദീൻ എന്നിവർ സ്വതന്ത്രരായും മത്സരരംഗത്തുണ്ടായിരുന്നു. ഷൈജു TN ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 293 വോട്ട് നേടി ഫൈസൽ വിജയിച്ചപ്പോൾ മുംതാസ് റസാഖ 228ഉം ഷാജു അമ്പലത്ത് 221 വോട്ടും നേടി. മറ്റു 2 സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ശക്തമായ ജനാധിപത്യ പോരാട്ടത്തിനൊടുവിൽ വിജയം കൈവരിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഫൈസൽ. TCV പാവറട്ടി. തൃപ്രയാർ കിഴക്കേ നടയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറുടെ ബൈക്ക് മോഷണം പോയി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. എറണാകുളം സ്വദേശിയായ അനൂപിന്റെ ബൈക്കാണ് മോഷണം പോയത്. കിഴക്കേ നടയിലുള്ള കുഴിക്കൽക്കടവ് റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ഓഫീസിലേക്ക് പോയി 5 മണിക്കൂറോളം കഴിഞ്ഞു വന്നപ്പോൾ ബൈക്ക് കാണാനില്ലായിരുന്നു. പരിസരത്തെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവ് ബൈക്കുമായി കടന്നുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മറ്റൊരാളുടെ ബൈക്കും ഇതേ സ്ഥലത്തു നിന്നും മോഷണം പോയിരുന്നു. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി.
ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുചേല ദിനത്തെ വരവേറ്റ് കൃഷ്ണ കുചേല സംഗമവും അവിൽ സമർപ്പണവും നടത്തി. മഞ്ജുലാൽ പരിസരത്ത് ഭക്തജന നിറവിൽ അവിൽ പൊതികൾ പ്രാർത്ഥനാപൂർവ്വം പരസ്പരം കൈമാറി. കുചേല വേഷവുമായി നാമജപഘോഷയാത്ര നടത്തി. ഗണപതി ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോൾ കൃഷ്ണവേഷധാരി ഓടക്കുഴലുമായി ഓടിയെത്തി കുചേല വേഷധാരിയെ സ്വീകരിച്ച് ദീപസ്തംഭത്തിന് മുന്നിലേക്ക് ആനയിച്ചു. തുടർന്ന് കുട്ടകങ്ങളിൽ അവിൽ പൊതികൾ സമർപ്പിച്ചു. ഭക്തർക്കും അവിലുകൾ വിതരണം ചെയ്തു. 10 ചാക്ക് അവിലാണ് സമർപ്പിച്ചത്. തുടർന്ന് കുളപ്രദക്ഷിണം നടത്തി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ജയറാം ആലയ്ക്കൽ, ബാലൻ വാർനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ശശി കേനാടത്ത്, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രം ഇടത്തരികത്ത് കാവിൽ 53 ദിവസം നീണ്ടു നിൽക്കുന്ന കളം പാട്ടിന് തുടക്കമായി. സന്ധ്യയ്ക്ക് ഭഗവതി ക്ഷേത്രവാതിൽ മാടത്തിലെ പാട്ടുപന്തലിൽ അവകാശിയായ കല്ലാറ്റ് കൃഷ്ണദാസ് കുറുപ്പ് പാട്ടിന് കൂറയിട്ടു. പഞ്ചവർണ്ണപ്പൊടി ഉപയോഗിച്ച് ഭഗവതിയുടെ കളം വരച്ചു. ക്ഷേത്രനട അടച്ചതിനു ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കോമരം സുരേന്ദ്രൻ നായർ പട്ടും ചിലമ്പുമണിഞ്ഞ് അകമ്പടിയായി. എഴുന്നള്ളിപ്പ് ദീപസ്തംഭം വലം വെച്ച് തിരിച്ചെത്തിയതിനു ശേഷം ഭഗവതിയെ സ്തുതിച്ചുപാടി പ്രദക്ഷിണം ചെയ്ത കളം മായ്ച്ചതോടെ ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ സമാപിച്ചു. ഫെബ്രുവരി 6 ദേവസ്വം വക താലപ്പൊലിയോടെ കളംപാട്ടിന് സമാപനമാകും. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. സുരീലകത്തു നിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. പാരമ്പര്യക്കാരനായ ചാക്യാർ 12 ദിവസങ്ങളിലായി അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് മണ്ഡലകാലത്ത് ആചാരപ്രധാനമാണ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വോട്ടർമാർക്ക് പണം നൽകി ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായി LDF നേതാക്കൾ ആരോപിച്ചു. പണം നൽകിയെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വീഡിയോ ദൃശ്യങ്ങളും നേതാക്കൾ പരസ്യപ്പെടുത്തി. മുനിസിപ്പൽ ഓഫീസ് വാർഡിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു ചെറിയത്തിനെതിരെയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന AD സാബു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയെന്നും നേതാക്കൾ പറഞ്ഞു. ഗൂഗിൾ പേ വഴി വോട്ടർമാർക്ക് പണം നൽകിയതിന്റെ രേഖകൾ പക്കലുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. കൺവീനർ TP ജോണി, നേതാക്കളായ MN ശശിധരൻ, VJ ജോജി, അനിൽ കദളിക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊടുമ്പിൽ മുരളി, K സതീഷ് കുമാർ, ബിന്ദു ഗിരീഷ്, TA ആഷിഖ്, പ്രബിത ബാലകൃഷ്ണൻ, നീതു പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുണ്ടന്നൂർ ഡിവിഷൻ PM സജി, എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മീന സാജൻ എന്നിവരുടെ വിജയത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുണ്ടന്നൂർ ചുങ്കത്ത് നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കാഞ്ഞിരക്കോട് സമാപിച്ചു. CPM നേതാക്കളായ S ബസന്തലാൽ, MS സിദ്ധൻ, M നന്ദീഷ് എന്നിവർ നേതൃത്വം നൽകി.
ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ പുത്തൻപീടിക കാരുണ്യയുടെ ഈ വർഷത്തെ രോഗീ ബന്ധു സംഗമം നടന്നു. വിവിധ രോഗങ്ങൾ ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തവർക്കായാണ് സംഗമം ഒരുക്കിയത്. പലരും ആംബുലൻസിലാണ് ആഘോഷത്തിനെത്തിയത്. സൗജന്യമായി സർവീസ് നടത്തിയ 2 ആംബുലൻസുകളും കാരുണ്യയുടെ സ്വന്തം ആംബുലൻസുമാണ് രോഗികളെ സംഗമം നടക്കുന്ന വേദിയിലെത്തിക്കാൻ ഓടിയത്. 10 കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു. വീൽചെയറുകളിൽ ഇരുന്നും പരിപാടികൾ ആസ്വദിച്ചു. ഓക്സിജൻ സംവിധാനങ്ങളും ഡോക്ടറും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ഇവിടെയുണ്ടായിരുന്നു. കാരുണ്യയുടെ 30-ലേറെ വളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള NSS വളണ്ടിയർമാരും രോഗികൾക്ക് വേണ്ട പരിചരണം ഒരുക്കി. രോഗികൾ തന്നെ വിളക്ക് കൊളുത്തിയാണ് പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് കൈനിറയെ സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. CC മുകുന്ദൻ MLA മുഖ്യാതിഥിയായിരുന്നു. കാരുണ്യ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, കൺവീനർ രാജീവൻ കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, റോഷി, ഷിനിൽകുമാർ, സിസ്റ്റർ ആതിര, സിസ്റ്റർ വർഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃപ്രയാർ. വിശാഖപട്ടണത്ത് നടന്ന ദേശീയ ജൂനിയർ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ 4 വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമിന് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. പൗരാവലിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ട്രാംബേ ജംഗ്ഷനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA പരിശീലകരെയും അംഗങ്ങളെയും ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ചന്ദ്രൻ കൊളത്താപ്പള്ളി തുടങ്ങിയവരും ടീമിനെ സ്വീകരിച്ചു. കേരള വിഷൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് TCVയുടെ ചാനൽ നമ്പറിൽ മാറ്റം. കേരള വിഷൻ സെറ്റ് ഓഫ് ബോക്സിൽ ചാനൽ നമ്പർ 1-ലായിരിക്കും TCV ലഭിക്കുക. ചാനൽ നമ്പർ 3-ൽ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലായിരിക്കും. യുവ ചാനൽ 35-ലും ലഭിക്കും. മൂന്നാം തുടർഭരണം ലഭിച്ച കടങ്ങോട് പഞ്ചായത്തിൽ LDF ആഹ്ലാദ പ്രകടനം നടത്തി. പാഴിയോട്ടുമുറി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം മരത്തംകോട് സമാപിച്ചു. ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരും നേതാക്കളും പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു. PS പ്രസാദ്, മീന സാജൻ, അഡ്വക്കേറ്റ് KM നൌഷാദ്, PS പുരുഷോത്തമൻ, UV ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും. UDF സഖ്യത്തിനില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച ദയാവധത്തിന് ഇരയാക്കും. കയ്പമംഗലം ചളിങ്ങാട് പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത്. ചിറ്റാറ്റുകര കോഴിത്തോട്ടിൽ വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. ശുചിമുറി മാലിന്യം തള്ളിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കുന്നംകുളത്ത് സ്വകാര്യ ബസിന്റെ അമിതവേഗത ചോദ്യം ചെയ്ത യാത്രക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ ഗോപിക്കാണ് മർദ്ദനമേറ്റത്.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.